വിവിധ പ്രാന്തപ്രദേശങ്ങളിൽ നിന്നുള്ള ഏകദേശം 7 തിരുവാതിര സംഘം ഇവിടെ തിരുവാതിര ദിനശബരീശ്വരന് സമർപ്പിക്കുന്നു. ഈ വരുന്ന 27-ാം തീയതി ഏകദേശം 7 മണി മുതൽ 9 മണി വരെ ബോംബെയുടെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള തിരുവാതിര സംഘങ്ങൾ അവതരിപ്പിക്കുന്ന തിരുവാതിര കളിയും കൂടാതെ പാതിര പൂച്ചൂടൻ അങ്ങനെ വിവിധ പരിപാടികൾ കൊണ്ട് നമ്മുടെ തിരുവാതിര മഹോത്സവം ആഘോഷിക്കുകയാണ്. അന്ന് തന്നെയാണ് മണ്ഡല സമാപന ദിവസവും. എല്ലാ ഭക്തജനങ്ങളും ഒന്ന് സഹകരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. കൂടാതെ നമ്മളുടെ അടുത്ത ഒരു വലിയൊരു പ്രോഗ്രാം മിനി ശബരീശന്റെ മുന്നിൽ നമ്മൾ അർപ്പിക്കുകയാണ്. കഴിഞ്ഞ വർഷം നമ്മൾ ലക്ഷദീപം സമർപ്പിച്ച് മിനി ശബരീശന്റെ അനുഗ്രഹം തേടുകയുണ്ടായി. ഈ വർഷം ഈ വരുന്ന ജനുവരി 27, 28 മിനി ശബരീശന്റെ മുന്നിൽ നവചണ്ഡിക യജ്ഞം നടത്തപ്പെടുകയാണ്. ഈ നവചണ്ഡിക യജ്ഞം നടത്തുന്നത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ മേൽശാന്തിമാരും അതുകൂടാതെ അവിടുന്ന് വരുന്ന ഏകദേശം 9 തിരുമേനികളുടെയും നേതൃത്വത്തിലാണ് നടത്തപ്പെടുന്നത്. നമ്മൾ മൂകാംബികയിൽ പോയി ഒരു നവചണ്ഡിക യജ്ഞം നടത്തണമെങ്കിൽ 40,000 രൂപ ചെലവാകും. മിനി ശബരീശന്റെ മുന്നിൽ നിങ്ങൾക്ക് 2,500 രൂപയുടെ കൂപ്പൺ എടുത്ത് നവചണ്ഡിക ഹോമത്തിൽ പങ്കെടുക്കാവുന്നതാണ്. എല്ലാ ഭക്തജനങ്ങളും നവചണ്ഡിക യജ്ഞത്തിന്റെ കൂപ്പൺ എടുത്ത് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ വരുന്ന ജനുവരി 27, 28, 27-ാം തീയതി 6 മണി മുതൽ 9 വരെയും 28-ാം തീയതി രാവിലെ 5:30, 6 മണിക്ക് തുടങ്ങിയ നവചണ്ഡിക ഹോമം കഴിയുന്നത് ഏകദേശം 12 മണിയോടെ കഴിയും. നിങ്ങൾക്ക് അസുലഭ നിമിഷമാണ്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിന്റെ തന്ത്രിമാർ മേശാന്തിമാരുടെ അനുഗ്രഹം ഏറ്റുവാങ്ങുവാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നു ചേരാവുന്നതാണ്. ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ സെക്ഷൻ 27-ാം തീയതി നിങ്ങളുടെ കുട്ടികൾക്ക് മൂകാംബിക മേശാന്തിമാരുടെ അനുഗ്രഹം മേടിക്കുവാൻ അവർക്ക് വേണ്ടി മാത്രം ഒരു 1 അവർ നീക്കിവെച്ചിട്ടുണ്ട്. അത് 7 മണി മുതൽ 8 മണി വരെ 27-ാം തീയതി 7 മണി വിട്ടുകൊണ്ട് നിങ്ങളുടെ കുട്ടികളെ കൊണ്ടുവന്ന് കുട്ടികൾക്ക് അവരുടെ അനുഗ്രഹം വാങ്ങാവുന്നതാണ്. സ്വാമി ശരണമയ്യപ്പ, സ്വാമി ശരണം. അടുത്തത് ദീപാരാധനയാണ്. ദയവ് ചെയ്ത് ദീപാരാധനയ്ക്ക് ബെല്ലടിക്കുമ്പോൾ എണ്ണീച്ച് വിടുന്നതില്ല. നിങ്ങൾ ഇരുന്ന് എഴുതാനും നിന്ന് എഴുതാനും ദേവൻ ഒരുപോലെ അനുഗ്രഹിക്കുകയുള്ളൂ. അപ്പൊ മുമ്പിൽ എണ്ണീച്ച് നിന്ന് പുറകുള്ളവർക്ക് കാണാൻ അവസരം കൊടുക്കാതിരിക്കരുത്. എല്ലാവരും അവിടെ ഇരുന്ന് തന്നെ കാണുക. എന്നിട്ട് ദേവന്റെ ശ്യാമശരണം പഞ്ചവാദ്യം ആരംഭിച്ച് ദേവന്റെ ദീപാരാധന തുടങ്ങാൻ പോവുകയാണ്. ശ്യാമശരണം.